പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഈ പ്രിയപ്പെട്ട മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിലും സത്യമായ കർത്താവെ ജ്ഞാനത്തിലും അറിവിലും വിവേകത്തിലും അങ്ങയുടെ മക്കളെ സ്വീകരിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കർത്താവെ ഈ മാതാപിതാക്കൾക്ക് കൃപ നൽകണമേ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സത്യം അറിഞ്ഞ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മക്കളെ അങ്ങേക്ക് സമർപ്പിക്കാൻ വലിയ കൃപ നൽകി അനുഗ്രഹിക്കണമേ. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. മക്കളെ പ്രതി സന്തോഷിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് ഇടയാകണം. അതിനുവേണ്ടി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട എല്ലാ തിരിച്ചറിവും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിറച്ച് ആരോഗ്യവും സന്തോഷവും കൃപയും നിറച്ച് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കർത്താവ് ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവെ ഈ പ്രാർത്ഥനകള് അനേക മക്കളിലേക്ക് പങ്കുവച്ചു കൊടുത്ത് ഓരോ ദിവസവും ഈ ആത്മീയ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകം അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ ചാനലില് ഈ പ്രാർത്ഥനയില് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള എല്ലാ മക്കളെയും കുടുംബങ്ങളെയും ഇവരുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമാവിധം പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് ഇവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നത്തെ വലിയൊരു പ്രശ്നമാണ് മക്കളെ ഓർത്ത് സന്തോഷിക്കാനായിട്ട് ഇന്ന് പല മാതാപിതാക്കൾക്കും സാധിക്കുന്നില്ല. മക്കളെ ഓർത്തുന്ന ഒത്തിരി വേദനയാണ്. അനേകം പേര് വിളിക്കുന്ന വിളി മക്കളെ ഓർത്തുള്ള നിലവിളിയാണ്. കണ്ണുനീരോടെ വിളിക്കുന്നു, ചങ്കുപൊട്ടി നിലവിളിക്കുന്നു മക്കളെ ഓർത്ത്. എന്നെ പ്രിയപ്പെട്ടവരെ, മക്കളെ ഓർത്ത് സന്തോഷിക്കണമെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ട പോലെ മക്കളെ ദൈവത്തിന് വേണ്ടി ആജീവനാന്തം നമ്മൾ സമർപ്പിക്കണം. ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു വലിയൊരു കാര്യം, നിങ്ങളുടെ മക്കളെ ദൈവത്തിന് വേണ്ടി, ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി സമർപ്പിക്കാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സുണ്ട്? ഇതിനോടകം സാധിച്ചിട്ടുണ്ട്? ദൈവത്തിന് വേണ്ടി, ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി, ഏറ്റവും പ്രത്യേകിച്ച് ഞാൻ പറയും ദൈവത്തെ കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, കൂദാശകൾ, ശുദ്ധ കുർബാന, ആരാധന, ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം സമർപ്പിക്കാനും വിട്ടുകൊടുക്കാനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്? ഞാൻ പറയും, നിങ്ങൾക്ക് മക്കളെ കുറിച്ച് സന്തോഷിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്, ഒരു കാരണമാണ് ഈ ഒരു വലിയ സത്യം. കർത്താവിന് വേണ്ടി നമ്മുടെ മക്കളെ സമർപ്പിക്കണം. നമ്മള് സാമുവേലിന്റെ പുസ്തകം 1 സാമുവേൽ 2:18 വായിക്കുന്നുണ്ട്. ബാലനായ സാമുവേൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. ബാലനായ സാമുവേൽ ഇടയ്ക്കിടയ്ക്ക് അമ്മ വർഷത്തിലൊരിക്കൽ പള്ളി വരുമ്പോ അവന് കൊച്ചു കൊച്ചു ഉടുപ്പൊക്കെ തയ്ച്ചുകൊണ്ട് കൊടുക്കും. അങ്ങനെ ഈ മകൻ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് വേദനയോടുകൂടി അച്ഛൻ ചില കാര്യങ്ങൾ പറയണം. ഞായറാഴ്ച പോലും കുർബാനയ്ക്ക് വിടാതെ, കാറ്റഗിസത്തിന് വിടാതെ നമ്മുടെ മക്കളെ എൻട്രൻസ് കോച്ചിങ്ങുകൾക്കും മറ്റു പല കാര്യങ്ങൾക്കും നമ്മൾ കൊടുക്കുമ്പോ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ലോകാരൂപിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി, ഭൗതികതയ്ക്ക് വേണ്ടി നമ്മുടെ മക്കളെ നമ്മൾ വിട്ടുകൊടുക്കുക. ദൈവത്തിന് വേണ്ടി കൊടുത്താൽ പിന്നെ ഞാൻ പറയും ഒരിക്കലും നമ്മുടെ മക്കളെ കുറിച്ച് വേദനിക്കേണ്ടി വരില്ല. ഇന്ന് പല മാതാപിതാക്കളും മക്കളോട് വേദനിക്കുന്നുണ്ടെങ്കിൽ ഒരു ആത്മശോധന ചെയ്തു നോക്കുക. കർത്താവിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞ കഴിഞ്ഞ സമയം ഞാൻ പറഞ്ഞില്ലേ, ഫുൾ ടൈമേഴ്സ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് മക്കളെ ജീസസ് യൂത്തിന്റെയും മറ്റ് ആത്മീയ ശുശ്രൂഷകൾക്കും മിഷൻ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഒരു വർഷമൊക്കെ ബ്രേക്ക് എടുത്തു പോകണം. അവർക്ക് കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു ഉന്നത ഉദ്യോഗസ്ഥൻ, പോലീസ് ഉദ്യോഗസ്ഥന്റെ മകള് ഒരു വർഷം പഠനത്തിനിടയിൽ ബ്രേക്ക് എടുത്ത് അവൾ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി നോർത്തിലേക്ക് പോയി. ഞാൻ പറയണ ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കൊടുക്കുക, വർഷങ്ങൾ കൊടുക്കുക,
അതുകൊണ്ട് നഷ്ടൊന്നുണ്ടാകാൻ പോണില്ല. അതോടൊപ്പം തന്നെ ഞായറാഴ്ച അത് കടമുള്ള ദിവസം, കർത്താവിന്റെ ദിവസം. മക്കളെ, കർത്താവിന്റെ ദിവസത്തിൽ കർത്താവിനതാക്കിയിട്ട് നമ്മൾ ഉറപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അച്ഛൻ നിങ്ങളോട് പറഞ്ഞ ഇന്നലെയൊക്കെ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു, ഒരു യൂത്ത് ബാൻഡ് അച്ഛൻ ആരംഭിക്കാൻ പോകുന്നുണ്ട്. മക്കളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു, മക്കൾ പാടുന്നു, മക്കൾ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നു, മക്കൾ വചനം പങ്കുവയ്ക്കുന്നു. കർത്താവിന് വേണ്ടി നമ്മുടെ മക്കളെ സമർപ്പിക്കാൻ വേണ്ടി വലിയൊരു ശുശ്രൂഷയായിരിക്കും ഈ ഒരു ശുശ്രൂഷ. അതിന് സമയം കണ്ടെത്ത്. ഞാൻ പറയും, കർത്താവിന് വേണ്ടി കൊടുക്കുന്ന സമയം, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയം ഒരിക്കലും അത് നഷ്ടമല്ലെന്ന്. ഒരു 2 മണിക്കൂർ കർത്താവിന് കൊടുത്തിട്ട് ബാക്കി സമയം പഠിച്ചു നോക്കിയേ. ഒരു 10 ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ 10 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റും. കാരണം കർത്താവോടെ പ്രവർത്തിക്കുന്ന ഈ കുഞ്ഞ് കർത്താവിന് സമയം കൊടുക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു, കർത്താവിന്റെ കൂടെ ആയിരിക്കുന്നു. പിന്നെ അവനെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിക്കുന്ന പ്രവൃത്തികൾ, അവളെ കൊണ്ട് കർത്താവ് ചെയ്യിക്കുന്ന പ്രവൃത്തികൾ വളരെയേറെ വലിയതായിരിക്കും. കർത്താവല്ലേ പിന്നെ ചെയ്യുന്ന മക്കളെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, കർത്താവിന് വേണ്ടി, കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി മക്കളെ നിങ്ങൾ പറഞ്ഞു വിടണം. നമ്മുടെ ദേവാലയത്തില് അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങളില്, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തണം. ഇപ്പൊ ഈ കാർമൽ യൂത്ത് ബാൻഡ്, ഞാൻ പറയുന്ന മക്കളെ ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് കൂടുന്നു, പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് എന്താ പറയാ പാട്ട് പാടുന്നു, വചനം പങ്കുവയ്ക്കുന്നു, ആരാധനയ്ക്കിരിക്കുന്നു. മക്കളുടെ കൂട്ടായ്മ. ഇന്ന് മറ്റെന്തെല്ലാം കൂട്ടായ്മകളെ മക്കളുടെ. ആ കൂട്ടായ്മ, ആ പാർട്ടി, ആ കൂട്ടുകെട്ട്. പക്ഷെ ഇങ്ങനെ ഒരു കൂട്ടുകെട്ട്, കർത്താവിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന മക്കള്, കർത്താവിന് വേണ്ടി പാടുന്ന മക്കള്, കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുന്ന മക്കള്, അതിന് ആനന്ദം കണ്ടെത്തി കർത്താവിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് സ്വർഗത്തിന്റെ സഹായം നേടി അഭിഷേകം പ്രാപിച്ച് കരുത്തുള്ള മക്കളായിട്ട് ജീവിക്കുന്ന മക്കള്. അങ്ങനെ കിട്ടിയാ പിന്നെ മക്കളുണ്ടല്ലോ, അവര് പഠിച്ചോളൂ. അവരൊരു തെറ്റായ സ്നേഹബന്ധത്തിന് പിന്നാലെ പോകത്തില്ല, അവർ കൂട്ടുകൂടി പോകത്തില്ല. അവർക്കൊരു കൂട്ടായ്മയുണ്ട്, കർത്താവിന് വേണ്ടി ചൊടിക്കുന്ന കൂട്ടായ്മ, കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുന്ന കൂട്ടായ്മ, കർത്താവിന് വേണ്ടി സാക്ഷ്യം വയ്ക്കുന്ന കൂട്ടായ്മ. അത് ഞാൻ പറഞ്ഞു, ഇന്ന് ഒറ്റയ്ക്ക് നിൽക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ വേണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കാർമൽ യൂത്ത് ബാൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മക്കളൊക്കെ അവൈലബിൾ ആക്കുക. അതിനു മുമ്പ് കാർമൽ ധ്യാനത്തിനൊക്കെ പറഞ്ഞു വിടുക. മെയ് മാസത്തില് യുവജനങ്ങൾക്ക് വേണ്ടി ധ്യാനം ഡേറ്റ് ഞാൻ പിന്നെ പറഞ്ഞോളാം. ഒരു ധ്യാനം നമ്മൾ ഒരുക്കുന്നുണ്ട് മെയ് മാസത്തില്. കർത്താവിന് വേണ്ടി, കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന. ഇത് പറയുമ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് മക്കൾ പഠിക്കാൻ പോകാൻ പാടില്ല. കർത്താവിന് വേണ്ടി പഠിക്കട്ടെ, കർത്താവിന് വേണ്ടി ജോലി ചെയ്യട്ടെ, കർത്താവിന് വേണ്ടി UK-ലോ അമേരിക്കയിലോ ജർമ്മനിയിലോ എവിടെയും പൊക്കോ. പക്ഷെ കർത്താവിന് വേണ്ടിയായിരിക്കും. ആ ഒരു സെറ്റപ്പാണ്. ഇനി ചിലർക്ക് അച്ഛനാവാൻ താല്പര്യം ഉണ്ടാകാം. ഇനി ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ മക്കളെ അച്ഛനാകാൻ വിടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സമർപ്പണ ജീവിതത്തിലേക്ക് വിടാൻ വേണ്ടി മടി കാണിക്കരുത്. കർത്താവിൽ സന്തോഷം. ഞാൻ ചിലപ്പോൾ ആൾക്കാർ വരുന്നുണ്ട്, അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ അപ്പൻ എത്ര ഭാഗ്യപ്പെട്ടവരാ. ഞാൻ കേൾക്കാറുണ്ട്, പ്രിയപ്പെട്ട മക്കളെ, ഒരു അപ്പന്റെ ഭാഗ്യം, ഒരു അമ്മയുടെ ഭാഗ്യം, നല്ല ഒരു കർത്തൃ ശുശ്രൂഷകൻ, ഒരു കർത്തൃ ശുശ്രൂഷ. അച്ഛനായാലും ജോലി ചെയ്താലും ഡോക്ടറായാലും എത്ര ബിസിനസ് നടത്തിയാലും കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ അതായിരിക്കും ഒരപ്പന് ഒരമ്മയ്ക്ക് സന്തോഷിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം. അങ്ങനെയുള്ള മക്കളുണ്ടാവട്ടെ. നമുക്ക് ഒരുമിച്ച് നിൽക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ വീണ്ടും പറയാണ്, അച്ഛനോടൊപ്പം കാർമൽ ധ്യാന കേന്ദ്രത്തില്, കാർമൽ മീഡിയയില്, കാർമൽ ബാൻഡില് പങ്കുചേരാൻ അനേകം മക്കളെ നിങ്ങൾ ഒരുക്കണം, പറഞ്ഞു വിടണം, പ്രേരിപ്പിക്കണം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നട്ടുണ്ടാവില്ല, ഉറപ്പ്. പിന്നെ ശുശ്രൂഷയെ സഹായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നിങ്ങളുടെയും സപ്പോർട്ടും സഹായവും പ്രാർത്ഥനയും അച്ഛൻ ആവശ്യപ്പെടുകയാണ്. നിസ്സാര കാര്യമല്ല. കാരണം നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ പിശാചി അതിശക്തമായിട്ട് സിനിമ, മീഡിയ, ഇൻസ്റ്റാഗ്രാം, സകലമാന പൈശാചിക വശീകരണ യന്ത്രങ്ങള്, ആഭിചാര്യം, ലവ് ജിഹാദ്, ഭക്ഷണം, ഇതിലൂടെയൊക്കെ പിശാചി വശീകരിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോ കർത്താവിന് വേണ്ടി, കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഒരുക്കുക എന്ന് പറഞ്ഞാൽ കൊല്ല. ആത്മീയമായ മേഖലയിൽ ഭയങ്കരമായ പോരാട്ടമുണ്ട്. അതുകൊണ്ട് മക്കളെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം, മക്കളെ രക്ഷപ്പെടുത്തണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ, ഞങ്ങളുടെ മക്കൾ ശക്തീകരിക്കപ്പെടാൻ,
ഞങ്ങൾ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ അങ്ങ് ഞങ്ങളോട് പറയുകയാണല്ലോ. ഈശോയെ, ഞങ്ങളുടെ മക്കള് അങ്ങയുടെ ദാനമാണ്. അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണ്, അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. അതിനുവേണ്ടി ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ സമർപ്പിക്കണം. അതിനുവേണ്ടി ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ സംലഭ്യരാക്കണം. ഉദാശകൾക്ക്, ദൈവികമായ കാര്യങ്ങൾക്ക്, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ, അങ്ങയെ ആരാധിക്കാൻ, അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അനേക മക്കളിലേക്ക് അങ്ങയെ എത്തിക്കാൻ, വചന പങ്കുവയ്ക്കാൻ നൽകിയ കഴിവുകൾ കർത്താവിന് വേണ്ടി വിനിയോഗിക്കാൻ കർത്താവെ ഞങ്ങളുടെ മക്കൾക്കിടയാകുമ്പോ, ഞങ്ങൾക്കിടയാകുമ്പോ അതിലൂടെ കർത്താവെ അങ്ങയുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കും. അതിനായി കർത്താവ് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കൾ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യട്ടെ. ഞങ്ങളുടെ മക്കൾ അങ്ങേക്ക് വേണ്ടി പഠിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്യട്ടെ. ഞങ്ങളുടെ മക്കൾ അങ്ങേക്ക് വേണ്ടി എല്ലാം ചെയ്യട്ടെ. അതിനുവേണ്ടി സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അങ്ങയോട് ചേർത്ത് പിടിക്കണമേ. അതിനു വേണ്ട കൃപകള്, അനുഗ്രഹങ്ങള്, കഴിവുകള്, ആരോഗ്യം, സന്തോഷം, അഭിഷേകം, ശക്തി എല്ലാം ഞങ്ങളുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. അങ്ങ് സ്വന്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ മക്കളെ അങ്ങ് സ്വന്തമാക്കണം. ഞങ്ങളുടെ മക്കളിൽ വസിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, അങ്ങേക്ക് വേണ്ടി അങ്ങ് ചെയ്യണം. ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ കൃപയുടെ ഉപകരണങ്ങളായി മാറട്ടെ. ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ ഉപകരണങ്ങളായിട്ട് തീരട്ടെ. അങ്ങനെ ഞങ്ങളുടെ മക്കള് നന്നായിട്ട് പഠിക്കട്ടെ. പ്രത്യേകിച്ച് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങനെയുള്ള ഒരു അഭിഷേകത്തിൽ നിറഞ്ഞു നിന്ന് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതട്ടെ. അങ്ങ് ചെയ്യണം, അങ്ങ് പ്രവർത്തിക്കണം, അങ്ങയുടെ പ്രവൃത്തികൾ അങ്ങ് പ്രകടമാക്കണം. സമർപ്പിക്കും മക്കളെ കർത്താവിലേക്ക്. നമ്മുടെ മക്കളെ സമർപ്പിക്കുക. വന്നുപോയ വീഴ്ചകളെ ഓർത്ത് മാപ്പ് ചോദിക്കുക. കർത്താവിന് വേണ്ടി മക്കളെ വിട്ടുകൊടുക്കാത്ത, കർത്താവിന് വേണ്ടി മക്കളെ സമർപ്പിക്കാത്ത ഞായറാഴ്ച പോലും കർത്താവിന് വേണ്ടി, കർത്താവിന് ദിവസത്തിന് വേണ്ടി ജീവിക്കേണ്ടതിന് പകരം ലോകാരൂപിക്ക് അടിമപ്പെടുത്തിയ മക്കളെയൊക്കെ ലോകത്തിലേക്ക് അടുപ്പിച്ച, പിശാചിന് അടിയറ വെച്ച പ്രവർത്തികൾ ചെയ്ത മേഖലകൾ എല്ലാം മാപ്പ് ചോദിക്കാം. സത്യം ഇതാണ് മക്കളെ. ഇവിടെയാണ് മക്കൾക്ക് രക്ഷയുള്ളൂ, സമാധാനമുള്ളൂ, വളർച്ചയുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു നിമിഷം കാർമൽ ബാൻഡിന് വേണ്ടി സമർപ്പിക്കും. നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഒത്തിരിയേറെ കാര്യങ്ങൾ ഒരുങ്ങേണ്ടതുണ്ട്. മക്കൾ വരണം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൻസ്ട്രുമെന്റ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി സാമഗ്രികൾ, ഒത്തിരിയേറെ കാര്യം നമ്മൾ നല്ല ക്വാളിറ്റി അടിച്ച്. നമുക്കറിയാം ഇന്ന് ലോകത്തില് സിനിമകള്, റീലുകള്, അവരുടെ പബ്ജി പാർട്ടികള്, ഗാനമേളകള് എന്തുമാത്രം പൈസ മുടക്കി, എന്തുമാത്രം ആർഭാടമായിട്ട് നടത്തുന്ന. കർത്താവിന് വേണ്ടി അതിനേക്കാളും ഏറെ ചെയ്യണ്ടേ മക്കളെ? അതിനുവേണ്ടി സജ്ജരാക്കണം. എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കണം. കർത്താവ് തന്ന എല്ലാ മാധ്യമങ്ങളും, സാഹചര്യങ്ങളും, സാധ്യതകളും, എല്ലാ ഇൻസ്ട്രുമെന്റ്സും കർത്താവിന് വേണ്ടി, വചനത്തിനു വേണ്ടി, സ്വർഗത്തിനു വേണ്ടി, കർത്തൃ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കണം. കർത്താവെ, ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അനേക മക്കൾ കൂട്ടിച്ചേർക്കണമേ. വേണ്ടതെല്ലാം അങ്ങ് ഒരുക്കി തരണമേ. അങ്ങയെ മഹത്വപ്പെടുത്താൻ, അങ്ങയുടെ മക്കളാണെന്നുള്ള അഭിമാനത്തോടെ, കരുത്തോടെ, അന്തസ്സോടെ, നാണക്കേടില്ലാതെ, മാനക്കേടില്ലാതെ അങ്ങയെ ഉയർത്താൻ കർത്താവെ ഒരു സമൂഹത്തെ അങ്ങ് ഒരുക്കണമേ. അതിലൂടെ അനേക മക്കളെ ദൈവത്തിലേക്ക്, വിശുദ്ധിയിലേക്ക്, കൃപയിലേക്ക്, ശക്തിയിലേക്ക്, അതിലൂടെ പഠനത്തിലേക്ക്, ഉന്നത വിജയത്തിലേക്ക്, എല്ലാത്തിലും വലിയ ഉന്നതിയിലേക്ക് കർത്താവ് ഞങ്ങളുടെ മക്കളെ നയിക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ഒരു നിമിഷം അച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. യേശുവോടെ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്. ലോകാരൂപിയും പിശാചും ലോകത്തിന്റെ മാധ്യമങ്ങൾ കൊണ്ട്, സിനിമകൾ കൊണ്ട്, മറ്റെല്ലാ പ്രോഗ്രാമുകൾ കൊണ്ട് അവൻ്റെതാക്കി മക്കളെ അടിച്ചെടുത്ത് നശിപ്പിച്ചു കൊണ്ടുപോകുമ്പോ, അതിൽ നിന്ന് മക്കളെ പിടിച്ചെടുത്ത് കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ ഒരുക്കുമ്പോ ഒത്തിരി അഭിഷേകം വേണം, ഒത്തിരി ശക്തി വേണം, സംരക്ഷണം വേണം. അച്ഛന് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കും മക്കളെ. കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അച്ഛനോടൊപ്പം നിൽക്കുന്ന ഈ അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെയും ഈ കൂട്ടായ്മയിലേക്ക് അച്ഛൻ ക്ഷണിക്കുകയാണ്. അനേക മക്കളെ കർത്താവ് കൂട്ടിച്ചേർക്കട്ടെ. എന്നെല്ലാം വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്കൊരു നിമിഷം നിശബ്ദമായി പ്രാർത്ഥിച്ചൊരുങ്ങാം.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവെ, എല്ലാ ദിവ്യവരങ്ങൾ ചിന്തിക്കൊണ്ട് കർത്താവെ, അങ്ങ് ഞങ്ങളെ നയിക്കുന്ന മാർഗങ്ങളിലൂടെ ചരിക്കുവാൻ, അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ട അഭിഷേകം, ശക്തി, സംരക്ഷണം, എല്ലാ കൃപകളും വരങ്ങളും ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെ, നമ്മെ ഓരോരുത്തരെയും, കാർമൽ മീഡിയയെയും കാർമൽ ബാൻഡിനെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ച് ആരാധിച്ച മക്കളെ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പ്രവൃത്തികൾ ചെയ്യാൻ, അങ്ങയുടെ ശുശ്രൂഷകൾ പൂർത്തീകരിക്കാൻ വേണ്ട അഭിഷേകം, ശക്തി, ആൾബലം, കൂട്ടായ്മ, യുവമക്കൾ എല്ലാം കൂട്ടിച്ചേർക്കണമേ കർത്താവെ. എല്ലാം തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ നടത്തണമേ, അങ്ങ് തന്നെ ഒരുക്കണമേ, അങ്ങ് തന്നെ നയിക്കണമേ. ആമേൻ.